എന്തോ വീഴുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്ന മാത്യൂസ് കണ്ടത് ബാത്റൂമിൽ തലയിടിച്ച് കിടക്കുന്ന ആനിയെയാണ്. സമയം വെളുപ്പിന് 3 മണി. എങ്ങനെയൊക്കെയോ അയാൾ അവരെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ക്രിട്ടിക്കലാണ്, ഹെഡ് ഇഞ്ചുറി. ഷുഗർ കുറഞ്ഞ് കുഴഞ്ഞു വീണതാണ്. ഷുഗറും പ്രഷറും ഒക്കെയായിട്ട് ആനിക്കില്ലാത്ത അസുഖങ്ങളില്ല. 50 വയസ്സ് കഴിഞ്ഞു. എന്നാലും ഒന്നിനും ആരെയും ബുദ്ധിമുട്ടിക്കില്ല. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം. പലതവണ ആനിയോട് പറഞ്ഞിട്ടുള്ളതാണ് രാത്രിയിൽ ഉണർന്നാൽ എന്താവശ്യത്തിനും തന്നെ വിളിക്കണമെന്ന്. ആനിയും മാത്യൂസും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അല്പം പ്രഷർ ഉള്ളതൊഴിച്ചാൽ മാത്യൂസിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. സർക്കാർ സ്കൂളിലെ ടീച്ചർമാരായിരുന്നു ആനിയും മാത്യൂസും. തിരക്കുകളൊക്കെ കഴിഞ്ഞ് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് വർഷം 4 കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറയാറുണ്ടെങ്കിലും രാത്രിയിൽ ഇതാദ്യമായിട്ടാണ്. കാഷ്വാലിറ്റിക്ക് മുമ്പിൽ പകച്ചു നിന്ന മാത്യൂസിനെ ഡോക്ടർ വിളിപ്പിച്ചു. ഇനി പ്രതീക്ഷയൊന്നും വേണ്ട, ബ്രെയിൻ ഡെത്ത് ആണ്. നിങ്ങൾ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളൂ. തൻ്റെ കാൽച്ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോയതുപോലെ മാത്യൂസിന് തോന്നി. വെപ്രാളപ്പെട്ട് അയാൾ മൊബൈലെടുത്ത് മകനെ വിളിച്ചു. മാത്യൂസിനും ആനിക്കും ആണായിട്ടും പെണ്ണായിട്ടും ഒരു മകനേയുള്ളൂ, ആൻഡ്രൂസ്. കാനഡയിലാണ്. ഭാര്യയും കുഞ്ഞുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു. 2 കൊല്ലമായി അവർ കാനഡയ്ക്ക് കുടിയേറിയിട്ട്. ഭാര്യ ലിസിയും 4 വയസ്സുള്ളൊരു പെൺകുഞ്ഞും. കഴിഞ്ഞ വർഷം അവധിക്ക് വന്നിട്ട് പോയതാണ്. ഇനി ഈ വർഷം അവധിക്ക് വരാനിരിക്കുന്നു. ഫോൺ റിങ് അടിച്ചു നിന്നു. ഇവിടത്തെയും അവിടത്തെയും സമയങ്ങൾ രണ്ടാണല്ലോ. അവിടെ ഇപ്പോൾ തലേന്ന് 6 മണി ആയതേ ഉള്ളൂ. അവൻ ജോലിക്ക് പോയിട്ട് വരാറാകുന്നതേ ഉള്ളൂ. ലിസിയെയും വിളിച്ചു നോക്കി. അവളും ഡ്യൂട്ടിയിലാവും. 2 പേർക്കും ഓരോ മെസ്സേജ് അയച്ചു. അമ്മച്ചിക്ക് സീരിയസ് ആണ്, തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ മാത്യൂസ് ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിലിരുന്നു. എന്നാലും ദൈവമേ, ആനി എന്നെ ഇട്ടേച്ച് അങ്ങോട്ട് വരുവാണോ? അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. 2 മണിക്കൂറിനുള്ളിൽ ആൻഡ്രൂസ് തിരികെ വിളിച്ചു. എങ്ങനെയൊക്കെയോ പെട്ടെന്ന് ലീവുണ്ടാക്കി അവർ എല്ലാവരും പെട്ടെന്ന് നാട്ടിലെത്തി. അവസാനമായി അമ്മയെ കണ്ട് ആൻഡ്രൂസ് പൊട്ടിക്കരഞ്ഞു. വെന്റിലേറ്റർ മാറ്റി. ആനി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ജോലികളിൽ തിരക്കിലായി. തിരിച്ചു പോകാനുള്ള തിരക്കിലാണ് ആൻഡ്രൂസും ലിസിയും. കൊച്ചിന് പിന്നെ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ അപ്പച്ചൻ്റെ കൂടെയാണ്. ചിരിയും കളിയും ഒക്കെയായി അവൾ എപ്പോഴും മാത്യൂസിന്റെ ചുറ്റുമാണ്. ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് തിരികെ പോകണം. അപ്പച്ചനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ ആൻഡ്രൂസിന് മനസ്സനുവദിക്കുന്നില്ല. പെട്ടെന്ന് അമ്മച്ചി പോയത് അപ്പച്ചന് താങ്ങാനാവില്ലെന്ന് അവന് മനസ്സിലായി. ആനി പോയതിനു ശേഷം രാത്രിയിൽ അധികം ഉറക്കമൊന്നുമില്ല. അല്പം വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് ഇറങ്ങിയതാണ് മാത്യൂസ്. ആൻഡ്രൂസിന്റെ മുറിയിൽ വെളിച്ചം. സമയം രാത്രി 2 മണിയായല്ലോ. ഇവരൊന്നും ഉറങ്ങിയില്ലേ? പതിയെ അവരുടെ മുറിയുടെ വാതിക്കലെത്തിയ മാത്യൂസ് കേട്ടത് ലിസിയുടെ ഉച്ചത്തിലുള്ള ശബ്ദമായിരുന്നു. നിങ്ങൾക്ക് പറയാനാവില്ലെങ്കിൽ ഞാൻ പറയാം. അപ്പച്ചന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവാനല്ലേ വൃദ്ധസദനത്തിലാക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അതുമല്ല, ഇപ്പൊ എല്ലാവരും മാതാപിതാക്കളെ കെയർ ഹോമിൽ കൊണ്ടുവിടുന്നത് അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവരവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. നിങ്ങളും മാത്രം അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നോ? ഞാനും കൊച്ചും മറ്റന്നാൾ തിരിച്ചു പോകും. നിങ്ങൾ വരുന്നെങ്കിൽ കൂടെ പോരൂ, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നോളൂ. അവളുടെ സംസാരത്തിലെ അതൃപ്തി ആൻഡ്രൂസിന് മനസ്സിലായി. വാതിൽക്കൽ നിന്നും പതിയെ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് നടക്കുന്നതിനിടയിൽ മാത്യൂസിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളെയും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് തിരിച്ചു പോകണമല്ലോ. ഞാനൊരു ഭാരമായിരിക്കാൻ പാടില്ല. അയാൾ എന്തൊക്കെയോ തീരുമാനിച്ചു. രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് മാത്യൂസ് ആൻഡ്രൂസിനോട് പറഞ്ഞു, മോനെ, അമ്മച്ചി പോയി. നിങ്ങളിങ്ങനെ എന്നെയും നോക്കി ഇവിടെ നിന്ന് നിങ്ങളുടെ ജീവിതം കളയണ്ട. എന്നെ എവിടെയെങ്കിലും വൃദ്ധസദനത്തിലേക്ക് ആക്കിയേക്ക്. പെട്ടെന്നുള്ള മാത്യൂസിന്റെ സംസാരത്തിൽ ആൻഡ്രൂസ് പകച്ചുപോയി. അപ്പച്ചൻ എന്താ ഈ പറയുന്നേ? എടാ മോനെ, നിനക്കെന്നും എന്നെയും നോക്കി ഇവിടെ നിൽക്കാൻ പറ്റുമോ? എനിക്ക് നാട് വിട്ട് വരാൻ ഒക്കത്തുമില്ല. നീ സമാധാനമായിട്ട് തിരിച്ചു പൊക്കോ. ഞാനിവിടെ അടുത്ത് ഒരു കെയർ ഹോം ഉണ്ട്. നീ എന്നെ അവിടെ കൊണ്ടാക്ക്. എന്നെ ഓർത്ത് മനസ്സ് വിഷമിക്കണ്ട. അപ്പന്റെ തീരുമാനം ആർക്കും മാറ്റാനാവില്ലെന്ന് ആൻഡ്രൂസിനറിയാം. മനസ്സില്ലാ മനസ്സോടെ അവൻ അതിന് സമ്മതിച്ചു. തന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന മാത്യൂസിന്റെ അടുക്കലേക്ക് ആൻഡ്രൂസ് ചെന്നു. അവന്റെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ മാത്യൂസിന് കാര്യം മനസ്സിലായി. എടാ മോനെ, നീ ധൈര്യമായിട്ട് പോ. നിനക്ക് എന്നെ കാണണമെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ടിക്കറ്റ് എടുത്ത് അടുത്ത ഫ്ലൈറ്റിനിങ്ങി വന്നേക്ക്. സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ കോളും ചെയ്യാം. ഇനി ഈ പ്രായത്തിൽ എനിക്ക് വലിയ ചുമതലകളൊന്നും ഇല്ലല്ലോ. പോരാത്തതിന് എൻ്റെ പഴയ 2 ചങ്ങാതിമാരും അവിടെയുണ്ട്. കഴിഞ്ഞ മാസം അവിടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ കണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് വൃദ്ധസദനമൊന്നുമല്ല. അവിടെ തന്നെ അനാഥാലയവും സ്വയം തൊഴിൽ ചെയ്യാനുള്ള സംവിധാനവും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെയുണ്ട്. അതൊരു വലിയ സംഘടനയാണ്. തമാശയ്ക്ക് നിന്റെ അമ്മച്ചിയോട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നമുക്ക് അങ്ങോട്ട് മാറിയാലോ എന്ന്. അതിപ്പോൾ സംഭവിച്ചു, അത്രയേ ഉള്ളൂ. എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത്യാവശ്യത്തിന് പെൻഷനും ഉണ്ട്. കാശിനും ഇനി ആവശ്യമില്ല.
നീ ലീവിന് വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരാം. നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. എനിക്കും ഒറ്റയ്ക്കാണെന്ന് തോന്നില്ല, നിനക്കും എന്നെ തനിച്ചാക്കി എന്ന് തോന്നില്ല. അപ്പച്ചൻ ആൻഡ്രൂസിനെ സമാധാനിപ്പിച്ചു. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവൻ അന്ന് അപ്പച്ചൻ്റെ കൂടെ കിടന്നുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും പ്രായമായ തൻ്റെ അപ്പനെ നോക്കാനുള്ള ചുമതല തൻ്റെയാണ് എന്ന ചിന്ത അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ അവർ കെയർ ഹോമിലെത്തി. അപ്പച്ചൻ പറഞ്ഞതുപോലെ തന്നെ 3-4 ഏക്കർ സ്ഥലത്ത് വിശാലമായി കിടക്കുകയാണ്. ചെറിയ സ്കൂൾ, ചെറിയ ക്ലിനിക്ക്, അനാഥാലയം, വൃദ്ധസദനം, അഗതി മന്ദിരം എന്ന് തുടങ്ങി 8-10 കെട്ടിടങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ പേരുകളും. അതിനകത്ത് തന്നെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. പണ്ട് നാട്ടിലെത്തിയ ഒരു സായിപ്പ് വാങ്ങിയതാണ് ഈ സ്ഥലം. തിരിച്ചു പോകാതെ അയാൾ ഇവിടെ അയാളുടെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. ഇപ്പോഴും ലോകത്തെമ്പാടുമുള്ള ഒരുപാട് NGOകളിൽ നിന്ന് ഇവിടേക്ക് സഹായം എത്തുന്നുണ്ട്. അവിടെ തന്നെ തയ്യൽ കേന്ദ്രവും നെയ്ത്തുശാലയും എന്ന് തുടങ്ങി സ്വയം തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ വൃദ്ധസദനത്തിൽ ചെന്ന മാത്യൂസ് ഫോം വാങ്ങി ഫിൽ ചെയ്തു. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനായി ആൻഡ്രൂസ് കാറിലേക്ക് കയറി. അപ്പച്ചൻ എപ്പോഴേക്കും അവിടെ 2 പേരോട് സംസാരിച്ചു നിൽക്കുന്നതാണ് കണ്ടത്. കൂട്ടുകാരാണ് സാമും രവിയും. വരുന്ന കാര്യം അവരെ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പച്ചൻ അവിടെ സെറ്റായല്ലോ, നിങ്ങൾക്കല്ലായിരുന്നോ വിഷമം? ലിസിയുടെ പുച്ഛം കലർന്ന സംസാരം ആൻഡ്രൂസിന് മനസ്സിൽ കുത്തി. തിരിഞ്ഞു നോക്കാതെ മാത്യൂസ് മുറിയിലേക്ക് നടന്നു നീങ്ങി. അയാളുടെ നിറഞ്ഞ കണ്ണുകൾ മറ്റാരും കാണാതിരിക്കാൻ മാത്യൂസ് ശ്രദ്ധിച്ചു. പിറ്റേന്ന് രാവിലെ ആൻഡ്രൂസും ലിസിയും കുഞ്ഞും കൂടെ തിരിച്ച് കാനഡയ്ക്ക് പോയി. മാത്യൂസിനെ എന്നും ആൻഡ്രൂസ് വീഡിയോ കോൾ വിളിച്ചു. തന്റെ വിഷമം മകൻ അറിയാതിരിക്കാൻ അയാൾ നന്നായി അഭിനയിച്ചു. പതിയെ മാത്യൂസ് അവിടെ പൊരുത്തപ്പെട്ടു. 1-2 ആഴ്ചകൾ കടന്നുപോയി. രാവിലെയുള്ള വെറുതെയിരിപ്പ് ഒഴിച്ചാൽ അവിടെ ഉച്ച കഴിഞ്ഞ് അനാഥാലയത്തിലെ കുട്ടികളും അഗതി മന്ദിരത്തിലെ സാധുക്കളും എല്ലാവരും കൂടെ അവിടെയുള്ള വലിയ ഓഡിറ്റോറിയത്തിലെത്തും. ഓരോ ദിവസത്തെയും ഭക്ഷണം അവിടെ അവർ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. കെയർ ഹോമിൽ ഉള്ളവർക്ക് എല്ലാവർക്കും പരസ്പരം അറിയാമായിരുന്നു. ഉച്ച കഴിഞ്ഞുള്ള കൂടിച്ചേരലുകൾ പലപ്പോഴും പല നല്ല സൗഹൃദങ്ങളും ഉടലെടുക്കുന്നതിന് കാരണമായി. പതിവ് പോലെ ഉച്ച കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലെത്തിയ മാത്യൂസ് പലയിടങ്ങളിലായി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ആളുകളെയും പച്ചക്കറികൾ അരിയുന്ന ഒരു കൂട്ടം ആളുകളെയും ചുറ്റും കൂടിയിരുന്ന് കളിക്കുന്ന കുട്ടികളും എല്ലാം കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളായിരുന്നു. എല്ലാം കെയർ ഹോമിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഡോക്ടർ ലൂയിസ് പോൾ ആയിരുന്നു. നല്ല മാന്യനായ ഒരു മനുഷ്യൻ. ഓരോ സ്ഥാപനത്തിലും ഓരോ മാനേജർമാരുണ്ടായിരുന്നു. എല്ലാവരും വളരെ നന്നായി ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോയി. ആദ്യത്തെ വിളിയൊക്കെ പതിയെ കുറഞ്ഞു വന്നു. 3-4 മാസം കഴിഞ്ഞ് മാസത്തിൽ ഒന്ന് വിളിച്ചാലായി. ആൻഡ്രൂസിന്റെ ജോലി തിരക്കാവും എന്ന് മാത്യൂസ് വിശ്വസിച്ചു. മാത്യൂസിനെ അവിടെ അറിയാത്തവരില്ലായിരുന്നു. പെട്ടെന്ന് എല്ലാവരോടും അടുത്ത് ഇടപഴകാനുള്ള ഒരു കഴിവ് മാത്യൂസിനുണ്ടായിരുന്നു. കുട്ടികളോടും വലിയവരോടുമൊക്കെ നല്ല സൗഹൃദമായിരുന്നു മാത്യൂസിന്. ശരണാലയത്തിലുള്ള ഗൗരി ആരുമില്ലാത്തവളായിരുന്നു. 45 വയസ്സ്. ഭർത്താവ് ഉപേക്ഷിച്ച അവരെ അവിടെയായിട്ട് 4 വർഷത്തിലേറെയായി. അവിടെ ഫുഡ് ഡിപ്പാർട്ട്മെന്റിൽ മേൽനോട്ടം വഹിച്ചിരുന്നത് ഗൗരിയായിരുന്നു. എല്ലാവർക്കും എന്ത് സഹായത്തിനും ഗൗരി മുന്നിലുണ്ടായിരുന്നു. ചുറുചുറുക്കുള്ള, മുഖത്ത് എപ്പോഴും പ്രസന്നതയുള്ള, ചിരിയുള്ള ഒരു സ്ത്രീ. പലപ്പോഴും അവരെ എന്തിന് ഭർത്താവ് ഉപേക്ഷിച്ചു എന്ന് മാത്യൂസിന് തോന്നിയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ കാര്യത്തിനും അവരുണ്ടായിരുന്നു. മാത്യൂസിന്റെ ഇടവേളകൾ പലപ്പോഴും കൂട്ടുകാരോടൊപ്പമായിരുന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് പതിവ് പോലെ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ കൂടിയിരിക്കുകയാണ്. മാത്യൂസും കൂട്ടുകാരും കൂടി തേങ്ങ ചിരകുന്നതിന് സഹായിക്കുകയാണ്. കൂട്ടുകാരോടൊപ്പമുള്ള ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ മാത്യൂസ് വളരെ സന്തോഷവാനായിരുന്നു. പഴയ പല കഥകളും തമാശകളും ഒക്കെയായി അവർ ചിരിച്ചും സന്തോഷിച്ചും അവിടെ ജീവിച്ചു. പണികളെല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് മാത്യൂസ് മുറിയിലേക്ക് പോയി. കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ മാത്യൂസ് കാല് തെറ്റി താഴെ വീണു. ശബ്ദം കേട്ട് അതുവഴി വന്ന ഗൗരി കണ്ടത് താഴെ വീണ് കിടക്കുന്ന മാത്യൂസിനെയാണ്. അവള് ബഹളം വെച്ച് എല്ലാവരും വന്ന് താങ്ങിയെടുത്ത് മാത്യൂസിനെ ക്ലിനിക്കിൽ എത്തിച്ചു. തെന്നി വീണപ്പോൾ തലയിടിച്ച് ബോധം മറിഞ്ഞതാണ്. എക്സ്റേ ഒക്കെ എടുത്തു. വലത് കൈക്ക് ഒരു പൊട്ടലുണ്ട്. പ്ലാസ്റ്റർ ഇട്ടു. മറ്റു കുഴപ്പമൊന്നുമില്ല. അന്ന് അവിടെ കിടത്തി. 24 മണിക്കൂർ ഒബ്സർവേഷൻ കിടത്താൻ പറഞ്ഞു. നാളെ റൂമിൽ പോകാം. മാത്യൂസ് അന്ന് അവിടെ കിടന്നു. രാത്രി ഒറ്റയ്ക്കായപ്പോൾ ആൻഡ്രൂസിനെ പറ്റി ഓർത്തു. ഒരുപാട് ദിവസങ്ങളായി അവന് വിളിച്ചിട്ട്. ഒരു മെസ്സേജ് ഇട്ടു: മോനെ, തിരക്കില്ലെങ്കിൽ ഒന്ന് തിരിച്ചു വിളിക്കണേ. പെയിൻ കില്ലർ എടുത്തത് കൊണ്ട് പെട്ടെന്ന് ഉറക്കം വന്നു. മാത്യൂസ് അറിയാതെ ഉറങ്ങിപ്പോയി. രാവിലെ ഗൗരി വന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത്. എങ്ങനെയുണ്ട് മാഷേ? കുഴപ്പമില്ല, ചെറിയൊരു വേദനയുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഗൗരി എന്താ ഇവിടെ? ഞാൻ മാഷിനെ കാണാൻ വന്നതാണ്. ഇന്നലെ തലയിടിച്ച് കിടന്നത് ആദ്യം കണ്ടത് ഞാനാണ്. എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാണ്. ഇന്ന് വൈകിട്ടല്ലേ മുറിയിലേക്ക് മാറ്റൂ. ഭക്ഷണമൊക്കെ ഇവിടെ കിട്ടും. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൊടുത്തുവിടാം. ഒന്നും വേണ്ട, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഗൗരി അന്വേഷിച്ചു വന്നല്ലോ, അത് തന്നെ ധാരാളം.
അവളുടെ മുഖത്ത് മന്ദാരം വിടർന്നതുപോലെ ഒരു പുഞ്ചിരി പടർന്നു. ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞവൾ പോകാനിറങ്ങി. മാത്യൂസ് ഫോൺ എടുത്ത് മെസ്സേജ് നോക്കി. ആൻഡ്രൂസിന്റെ വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പാ, ഇത്തിരി ബിസിയാണ്. ഇവിടെ വിശേഷമൊന്നുമില്ല. ഞാൻ അപ്പനെ അങ്ങോട്ട് വിളിച്ചോളാം. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആൻഡ്രൂസിന്റെ ശബ്ദം കേട്ട മാത്യൂസിന്റെ കണ്ണു നിറഞ്ഞു. കണ്ണടച്ച് മാത്യൂസ് ആ കട്ടിലിൽ തലതഴച്ചു കിടന്നു. അവനെ ഒന്ന് കാണാനും സംസാരിക്കാനും ആ പിതാവിന് ആഗ്രഹമുണ്ടായി. എങ്ങനെയുണ്ട് മാത്യൂസെ എന്ന് ചോദിച്ച് കൂട്ടുകാർ അങ്ങോട്ട് കയറി വന്നു. നിറഞ്ഞ കണ്ണുകൾ അവർ കാണാതിരിക്കാൻ അയാൾ നന്നായി പാടുപെട്ടു. പക്ഷെ അവർക്കത് മനസ്സിലായി. നീ വിഷമിക്കാതെടാ, നമ്മൾ പ്രായമായി. അവരവരുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളെ ചിലപ്പോഴൊക്കെ ഒഴിവാക്കും. നീ അതോർത്ത് വിഷമിക്കാതെ. ഒന്നുമില്ലേൽ നിനക്ക് ഒരാളെ ഓർത്ത് വിഷമിച്ചാ പോരെ. എന്റെ അവസ്ഥ നോക്ക്. 4 മക്കളുണ്ട്, 4 ഇടങ്ങളിലാണ്. അപ്പനെ ഒന്ന് വിളിച്ചിട്ട് മാസങ്ങളായി. പതിയെ പതിയെ എല്ലാവരും എന്നെ മറന്നു. ഇവനെ നോക്ക്. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് വൃദ്ധസദനത്തിൽ, അതും മക്കൾ കൊണ്ടുവിട്ടിട്ട്. നിങ്ങളെ ഇവിടെ കണ്ടതാണ് എനിക്കിപ്പം ആകെയുള്ള ആശ്വാസം, മാത്യൂസ് അവരോട് പറഞ്ഞു നിർത്തി. അതൊക്കെ പോട്ടെ, ഗൗരി ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടല്ലോ. അവൾ ഇങ്ങോട്ട് വന്നോ? കൂട്ടുകാരിൽ ഒരാൾ മാത്യൂസിനെ ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഗൗരി വന്നിരുന്നു. ഇന്നലെ അവളാണ് ഞാൻ വീണത് കണ്ടതെന്ന് പറഞ്ഞു. അത് ശരിയാ, അവളാണ് നിലവിളിച്ച ആളെ കൂട്ടിയത്. ഇന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാ. ഓ ഓ ഓ അവര് രണ്ടുപേരും കൂടി മാത്യൂസിനെ കളിയാക്കി. ഒന്ന് പോയടാ, നിനക്കൊക്കെ എന്തിന്റെ സൂക്കേടാ. മാത്യൂസ് അവരെ വഴക്ക് പറഞ്ഞു. പക്ഷെ ആ മുഖത്ത് ഒരു കുസൃതി ചിരി ഒളിഞ്ഞു കിടക്കുന്നത് അവര് കണ്ടു. വൈകിട്ട് മാത്യൂസ് റൂമിലെത്തി. വലതുകൈ പ്ലാസ്റ്റർ ഇട്ടേക്കുവാണ്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. രാത്രി ഭക്ഷണം ഗൗരി മുറിയിൽ കൊടുത്തുവിട്ടു. ഭക്ഷണം കഴിഞ്ഞ് ഗുളികയും കഴിച്ച് മാത്യൂസ് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ ഗൗരി ബ്രേക്ക്ഫാസ്റ്റുമായി മാത്യൂസിന്റെ റൂമിലെത്തി. സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. കയ്യിൽ ഒരു കെട്ടുള്ളതൊഴിച്ച മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. മാത്യൂസ് അല്പം നർമ്മം കലർത്തി ഗൗരിക്ക് മറുപടി നൽകി. എനിക്ക് മാഷിന്റെ ഒരു സഹായം വേണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ മാഷിന് ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഗൗരി എന്തിനാ ഇത്രയും മുഖവുര കാണിക്കുന്നത്? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. പിന്നെ വലതു കൈ പ്ലാസ്റ്റർ ഇട്ടേക്കുന്ന ഒരു വികലാംഗനാണ് എന്നൊരു പരിഗണന തരണം. എന്തോ ഒരു വലിയ തമാശ പറഞ്ഞതുപോലെ മാത്യൂസ് ഊറിച്ചിരിച്ചു. ആ ചിരി കണ്ടിട്ടെന്ന പോലെ ഗൗരിയും ചിരിച്ചു. ഇനി പറ, എന്ത് സഹായമാണ് ഗൗരി തമ്പുരാട്ടിക്ക് ഈ ഉള്ളവൻ ചെയ്തു തരേണ്ടത്? പറഞ്ഞാലും. മാഷ്, എന്റെ കുട്ടികൾക്ക് ഒന്ന് ട്യൂഷൻ എടുക്കണം. കണക്ക് മാത്രം മതി. അവർക്ക് അടുത്ത ആഴ്ച പരീക്ഷയുണ്ട്. നല്ല മിടുക്കന്മാരാണ്. ഒന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരമാകും. മാഷ് ഇവിടെ തനിച്ചല്ലേ, ഒരു ബുദ്ധിമുട്ടും അവരുണ്ടാക്കില്ല. സമയം പോലെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇത്രയുള്ളോ? ഞാൻ കരുതി എന്തോ വലിയ സഹായമാണെന്ന്. ഇതെന്റെ ജോലിയല്ലേ. ആട്ടെ, ഗൗരിക്ക് കുട്ടികളുണ്ടോ? അതെനിക്ക് പുതിയ അറിവാണ്. ശരണാലയത്തെ കുട്ടികളാണ്, 4 പേരുണ്ട്. എന്നോട് എന്തോ ഒരു അടുപ്പമാണ്. എനിക്കും അവർ സ്വന്തം മക്കളെ പോലെയാണ്. ആരുമില്ലാത്തവർക്ക് അവരവർ തന്നെ തുണയാവണ്ടേ മാഷേ? അവളുടെ വാക്കുകളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ധ്വനിയുണ്ടായിരുന്നു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഗൗരി അവരുടെ സൗകര്യം പോലെ ഇങ്ങോട്ട് വിട്ടോളൂ. എൻ്റെ ഏകാന്തതയും കുറച്ച് കുറയും.